ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. അറബ് രാജ്യങ്ങൾക്ക് ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു ഫലമാണ് ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം. ഡേറ്റ്സ് ആർ റിച്ച് ഇൻ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ്. ഫൈബർ റിച്ച് ആണിത്. B1, B2, B3 ആൻഡ് B5 കൂടാതെ വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇത് എനർജി ബൂസ്റ്റർ കൂടിയാണ്. ലോ ഫാറ്റ് ആയതിനാൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അയൺ കണ്ടൻറ്റ് കൂടുതലായതിനാൽ അനീമിയയ്ക്ക് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇത്. കൂടാതെ ഇത് കോൺസ്റ്റിപ്പേഷന് ഉണ്ടാകാതിരിക്കാൻ വളരെ നല്ലതുമാണ്. അച്ചാർ, ചട്നി, ഷെയ്ക്ക് മുതലായ അനേകം വിഭവങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ ഏതാനും ചില വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കാം. ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടി പച്ച ഈന്തപ്പഴം, അതിൻ്റെ 750 ഗ്രാം, അതായത് 3/4 കിലോ ഞാനത് കഴുകി വൃത്തിയാക്കി തുണി കൊണ്ട് തുടച്ച് വെള്ളമയം ഒട്ടുമില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളമയം ഒട്ടും ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ കട്ട് ചെയ്യാം. പിന്നെ വേണ്ട സാധനങ്ങൾ: നാരങ്ങ 4 എണ്ണം, 100 ഗ്രാം കാന്താരി, 100 ഗ്രാം വെളുത്തുള്ളി കീറിയത്, പിന്നെ നമുക്ക് ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, കടുക് 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ. ഇത് ശർക്കരയാണ്, 1-1.5 ടീസ്പൂൺ. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാനാണ്. പിന്നെ ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് കരിയാപ്പില. സ്റ്റൗ ഓൺ ചെയ്ത് ചീച്ചട്ടി ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഈ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വാടുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ വഴറ്റുന്നത് നാരങ്ങയുടെ തൊലിയുടെ കട്ടിയൊന്ന് കുറയുന്നതിനും അതിൻ്റെ കയ്പൊന്ന് മാറി കിട്ടുന്നതിനുമാണ്. ഇത് ഒരു പൊട്ടാൻ തുടങ്ങുന്ന പരുവാകുമ്പം നമുക്കത് മാറ്റിയെടുക്കണം. നാരങ്ങ പൊട്ടാൻ തുടങ്ങി, നമുക്കിതിന് സ്റ്റൗ ഓഫ് ചെയ്യാം. നാരങ്ങ ഇതിൽ നിന്ന് മാറ്റാം. ചൂടായ പാനിലേക്ക് നമുക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് എണ്ണ. ഇതിലേക്ക് കടുക് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പോഴത്തേന് ഉലുവ ഇടുക. വെളുത്തുള്ളി, ഇഞ്ചി ഇടാം. വെളുത്തുള്ളി ഇത്ര മൂത്തു, അധികം അങ്ങ് മൂത്ത് പോകണ്ട. എന്തെന്നാൽ അച്ചാറിന് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നമുക്ക് വേണം. ഇനി നമുക്ക് കരിയാപ്പില ഇടാം. കരിയാപ്പിലയായി. കാന്താരി ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇടുവാണ്. നിങ്ങൾ കാന്താരി ഇല്ലെങ്കിൽ 100 ഗ്രാം പച്ചമുളക് ഇട്ടാൽ മതി. കാന്താരി ജസ്റ്റ് ഒന്ന് വാടി, നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം, എരിയുടെ അനുസരിച്ച്. കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റി കൊടുക്കുക. കൂട്ടത്തിൽ നമുക്ക് ഉലുവാപ്പൊടി
കായപ്പൊടി എല്ലാം ഇടാം. ഇനി നമുക്ക് ഈ നാരങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കാം. മുളക് മൂത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. കൂട്ടി നമുക്ക് ഈ ഡേറ്റ്സും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുകയാണ്. നമുക്ക് ഉപ്പ് ആവശ്യത്തിനിടാം. ഉപ്പ് ആവശ്യത്തിനിടാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഒരു 2 ടീസ്പൂൺ ശർക്കര അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈന്തപ്പഴം റെഡിയായി വന്നു. അത്ര അങ്ങ് സോഫ്റ്റ് ആയി പോകരുത്, ഒന്ന് കടിക്കാൻ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കണം. നമുക്ക് കടിക്കുമ്പോൾ ഒരു പച്ച ഇതായിട്ട് വരണം. നല്ലതായിട്ടുണ്ട്. ഈ അച്ചാർ നമുക്ക് എരിവ്, മധുരം, പുളി, കയ്പ്പ് ഇതെല്ലാം കൂടെ ചേർന്നതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ. നല്ല രസകരമായ ബിരിയാണിക്കും അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നമുക്ക് ഇത് കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതൊരു 10-12 ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിലാണ് അതിൻ്റെ ഏറ്റവും നല്ല ഫോമില നമുക്ക് കിട്ടുന്നത്. അതുവരെ നമ്മൾ അത് സൂക്ഷിച്ച് വെളിയിൽ വെച്ചിരുന്നാൽ യാതൊരു കേടും കൂടാതെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഈന്തപ്പഴ അച്ചാർ റെഡി. നല്ല ഉഗ്രൻ അച്ചാറാണിത്. ഇത് എരിവ്, പുളിയ്, മധുരം, കയ്പ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്